നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ പ്രശ്നം എന്തോ ആവട്ടെ, ചേച്ചി നിന്റെ കൂടെ നിൽക്കില്ല നീ വിചാരിച്ചോ? ഞാൻ കാരണം നിങ്ങളെല്ലാവരും അച്ഛനും ഒക്കെ നാണം കെടുന്ന അവസ്ഥ വന്നപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇനിയെങ്കിലും പറ മോളെ, എന്താ സംഭവിച്ചത്? എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അഭിയ. അവൻ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. പക്ഷെ കാരണം എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാര്യം എന്താന്ന് ചേച്ചിയോട് പറ മോളെ. Stop. വക്കീലിനെ തെരഞ്ഞെടുത്തത് അവന്റെ പ്രശ്നം. അവനെ ഞാൻ അപമാനിച്ചു എന്ന അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന. എന്നോടും വക്കീലിനോടും അവനടങ്ങാത്ത പകയ. അവനെ വീഡിയോ ഓൺലൈനിൽ ഇടുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി പലതും ചെയ്യിച്ചു. അവനെ എന്നെ പരീക്ഷ എഴുതാൻ സമ്മതിക്കാത്തത്. കോളേജിൽ വെച്ച് വക്കീലിനെ എന്നെ കൊണ്ടവൻ തല്ലിച്ചു. വക്കീലിനത് എത്രമാത്രം വിഷമം ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. ആ വീഡിയോയുടെ കാര്യം പേടിച്ചിട്ടായിരിക്കും അവൻ അടിച്ചിട്ട് നീ പ്രതികരിക്കാത്തത്. എന്നെ ഒരു കളിപ്പാവെ പോലെ നിയന്ത്രിച്ച് അവൻ രസിക്കായിരുന്നു. എന്നെ മാത്രം ബാധിക്കുന്ന വിഷയമായിരുന്നെങ്കിൽ ഞാൻ അവൻ എന്താണെന്ന് വെച്ചാ ചേട്ടേന്ന് കരുതി പ്രതികരിച്ചേന്. പക്ഷെ ഇങ്ങനൊരു വീഡിയോ പുറത്തു വന്ന അതിന്റെ നാണക്കേട് ചേച്ചിക്കും അച്ഛനും ഒക്കെയാണെന്ന് ആലോചിച്ചപ്പോഴാ എല്ലാം സഹിച്ച് മിണ്ടാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കുടുംബത്തിന്റെ മാനം നിലനിർത്തിയിട്ട് എന്താ കാര്യം? എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഇങ്ങനൊരു വിഷയത്തിൽ നീ പെട്ടുപോയപ്പോ എന്നോട് അതിനെക്കുറിച്ച് പറയാനുള്ള വിശ്വാസം പോലും നിനക്ക് എന്നോട് തോന്നിയില്ലല്ലോ എന്നാ. എന്ന് അച്ഛൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ നീ അച്ഛനോട് എല്ലാ പ്രശ്നങ്ങളും പറയുമായിരുന്നില്ലേ? അപ്പൊ പിന്നെ എന്നോട് പറയാൻ നിനക്ക് എന്താടി പറ്റാത്തെ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുമെന്ന് കരുതിയിട്ടാണോ? അതോ എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നതുകൊണ്ട് ഞാൻ നിനക്ക് മുൻഗണന തരില്ല എന്ന് കരുതിയിട്ടാണോ? അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും അല്ല. ഈ വിഷയത്തിൽ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ ആരെങ്കിലും വിവരം അറിയിച്ച അവനെ വീഡിയോ ഓൺലൈനിൽ ഇടുമെന്ന് പറഞ്ഞു. അവൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ എന്നെ കൊടുക്കാനുള്ള പ്ലാനാണെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. അവനെ ഞാൻ കാണാൻ പോയപ്പോ ഒരു സർജിക്കൽ നൈഫ് കയ്യിൽ കരുതിയിട്ടാ ഞാൻ ഇറങ്ങിയത്. എന്നോട് മോശമായിട്ട് പെരുമാറിയ അവനെ കൊന്ന് ആത്മഹത്യ ചെയ്യാനായിരുന്നു എന്റെ പ്ലാൻ. നിനക്ക് ആത്മഹത്യയെ കുറിച്ചൊക്കെ എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു മോളെ? എന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണുക പോലും വേണ്ടെന്ന് നീ തീരുമാനിച്ചോ? നീ എന്നെ കുറിച്ച് ആലോചിച്ചോ? മുകുന്ദനെ കുറിച്ച് ആലോചിച്ചോ? നിങ്ങൾ
കുറിച്ചൊക്കെ ആലോചിച്ചത് കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം ആ വീഡിയോയുടെ കാര്യം പറഞ്ഞ് അവ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കും. കുറെ നാള് നീട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞാലും എന്തെങ്കിലും ഒരിക്കൽ അവൻ ആ വീഡിയോ പുറത്തു വിടും. അത്രയും കാലം ഇഞ്ചിഞ്ചായി മരിക്കുന്നതിലും ഭേദം ഇതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പേടിച്ചു പോയി ചേച്ചി. പേടി എന്താണെന്ന് അറിയാത്ത എന്റെ മഹിമയാണോ ഈ പറയുന്നത്? എടി, നിന്റെ ഈ പേടിക്ക് കാരണം ആ അഭിയല്ലേ? അവൻ ഈ ഭൂമിയിൽ എവിടെ പോയി ഒളിച്ചാലും ഞാൻ തേടി പിടിച്ചുകൊണ്ടുവരും. അവൻ ചെയ്തതിനെല്ലാം എണ്ണി ഞാൻ കണക്ക് ചോദിക്കും. അവന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ കണ്ടിട്ട് നിനക്ക് അവനോടുള്ള പേടിയൊക്കെ മാറും. ഒരു ചേച്ചി എന്ന നിലയ്ക്ക് നിന്റെ വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തി. പക്ഷേ നിനക്കൊരു പ്രശ്നവും വരാതെ ഈ വിഷയത്തിൽ ഞാൻ കൈകാര്യം ചെയ്ത് ആ വിശ്വാസം ഞാൻ വീണ്ടെടുക്കും. ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ മാധവന്റെ മകളല്ല. ഹലോ, ആ പറയടാ ബേബി. നീ എയർപോർട്ട് വഴി രക്ഷപ്പെടാനുള്ള പരിപാടിയാണല്ലേ? ആ അതെ. അത് നടക്കില്ല. എന്തു പറ്റി? മഞ്ജുവിന് നമ്മളെ സംശയമുള്ളതുകൊണ്ട് എയർപോർട്ടിൽ ജോലിയുള്ള ഏതോ ഒരു ഓഫീസറിനെ ചാക്കിലാക്കി അയാളെ കൊണ്ട് നമ്മൾ അവിടെ എത്തിയ അറസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. എടാ, നമ്മളിലേക്ക് ഇത്ര പെട്ടെന്ന് അന്വേഷണം എങ്ങനെ എത്തിയേ? എടാ, മഹിമയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് നമ്മളാണെന്ന് മഞ്ജുവിന് അറിയാലോ. അത് വെച്ച് ഊഹിച്ചു കാണും. പിന്നെ നമ്മുടെ കാറ് ആ ലോഡ്ജിന്റെ CCTVയിൽ പതിഞ്ഞും കാണും. അത് വെച്ചും വേണമെങ്കിൽ കണ്ടുപിടിക്കാലോ. നമ്മുടെ ഫോട്ടോസ് എയർപോർട്ടിലെ ഓഫീസർമാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ ഒരു കസിൻ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് അറിഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലൊരു കാറുണ്ട്. തൽക്കാലം നമുക്ക് അതിൽ ഹൈദരാബാദ് വരെ പോവാം. അവിടെ എനിക്ക് കുറച്ച് പരിചയക്കാരുണ്ട്. അവര് വഴി നമുക്ക് രണ്ടാൾക്കും പുറത്തേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടാക്കാം. ആ ഓക്കേടാ, ശരി ശരി. ഞാൻ എന്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് നിനക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ.